നമ്മളിനി നോക്കാൻ പോകുന്നത് എക്കണോമിക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നമുക്ക് അതിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് എക്കണോമിക്സ് ഉണ്ട്, എക്കണോമിക്സിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചാണ് പറയുന്നത്. എക്കണോമിക്സിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് മൈക്രോ എക്കണോമിക്സും പിന്നെ ഒന്ന് മാക്രോ എക്കണോമിക്സും. ആദ്യം അതിൻ്റെ മലയാള വാക്കുകൾ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മവും പിന്നെ സ്ഥൂലവും. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്നും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്നുമാണ് പേര്. ഈ പേര് ആദ്യമായിട്ട് അല്ലെങ്കിൽ എക്കണോമിക്സ് അല്ലെങ്കിൽ മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേര് കൊടുത്ത ആളാണ് റാഗ്നർ ഫ്രിഷ്. ആളാണ് ഒരു നോർവിയൻ എക്കണോമിക്സാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ പേര് വിളിച്ചിരിക്കുന്നത്. മൈക്രോ എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് ബിഹേവിയർ ഓഫ് സ്മോൾ യൂണിറ്റ്സ് ഓഫ് ആൻ എക്കണോമി. അതായത് ഒരു ചെറിയ യൂണിറ്റ് അതിൻ്റെ എക്കണോമിയെക്കുറിച്ചും അതിൻ്റെ ബിഹേവിയർ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ അതിനെക്കുറിച്ച് ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരു പഠനശാഖയാണ് മൈക്രോ എക്കണോമിക്സ്. അതിനെ പ്രൈസ് തിയറി എന്നും പേരുണ്ട്. മൈക്രോ എക്കണോമിക്സിൻ്റെ വേറൊരു പേരാണ് പ്രൈസ് തിയറി. അടുത്തത് മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ഹോൾ ലെവലിൽ പഠിക്കുന്നതാണ്. അതായത് ജനറൽ പ്രൈസ് ലെവൽ, ഡിമാൻഡ്, ടോട്ടൽ എംപ്ലോയ്മെൻറ്റ്, ഇൻഫ്ലേഷൻ, അങ്ങനെയുള്ള എല്ലാ വലിയൊരു തരത്തിൽ, അതായത് മുഴുവൻ എക്കണോമിയെക്കുറിച്ചും പഠിക്കുന്ന ഒരു ശാഖയാണ് മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സിന് വേറൊരു പേരുള്ളതാണ് അഗ്രിഗേറ്റ് എക്കണോമിക്സ് അല്ലെങ്കിൽ ജനറൽ തിയറി. പ്രൈസ് തിയറി എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സ് ആണ്. ജനറൽ തിയറി എന്ന് പറയുന്നത് മാക്രോ എക്കണോമിക്സ് ആണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോൺ മെയ്നാർഡ് കെയ്ൻസിനെ കുറിച്ചാണ്. ഇദ്ദേഹമാണ് ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ് എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹം ഒരു ഇംഗ്ലീഷ് എക്കണോമിസ്റ്റാണ്. അത് നമ്മുടെ മാക്രോ എക്കണോമിക്സിൻ്റെ തിയറി ആൻഡ് പ്രാക്ടീസിനെ കുറിച്ച് ഒരുപാട് തിയറീസ് ഫോർമുലേറ്റ് ചെയ്തതും പിന്നെ ഗവൺമെൻറ്റിൻ്റെ എക്കണോമിക് പോളിസിയെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ് ജോൺ മെയ്നാർഡ് കെയ്ൻസ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട തിയറിയാണ് കെയ്നീഷ്യൻ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാക്രോ എക്കണോമിക്സ്, കെയ്നേഷ്യൻ എക്കണോമിക്സ്, ലിക്വിഡിറ്റി പ്രിഫറൻസ്, ഇങ്ങനെയൊക്കെ ഒരുപാട് തിയറീസും എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് ജോൺ മെയ്നാർഡ് കെയ്ൻസ്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ബുക്കുകളാണ് ദ എക്കണോമിക് കോൺസിക്വൻസസ് ഓഫ് ദ പീസ്, ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. പിന്നെ ഇന്ത്യൻ എക്കണോമിക്സിനെ കുറിച്ചും ഇദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യൻ എക്കണോമിയെക്കുറിച്ച് പഠിച്ചിട്ട് 1913 അദ്ദേഹം എഴുതിയ ബുക്കാണ് ഇന്ത്യൻ കറൻസി ആൻഡ് ദ ഫിനാൻസ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഒരാളാണ് ആൽഫ്രഡ് മാർഷൽ. ആൽഫ്രഡ് മാർഷലിനെ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് മൈക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ ഫാദർ ഓഫ് വെൽഫെയർ എക്കണോമിക്സ്, അതുപോലെ തന്നെ നിയോ ക്ലാസിക്കൽ എക്കണോമിക്സിൻ്റെ ഫൗണ്ടറാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ചില ബുക്കുകളാണ് ദ എക്കണോമി ഓഫ് ഇൻഡസ്ട്രി, ദ പ്യുവർ തിയറി ഓഫ് ഫോറിൻ ട്രേഡ്, ദ പ്യുവർ തിയറി ഓഫ് ഡൊമസ്റ്റിക് വാല്യൂസ്, പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ്. അങ്ങനെ ഒരുപാട് ബുക്സ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു ഇംഗ്ലീഷ് എക്കണോമിസ്റ്റാണ് ഇദ്ദേഹം. സപ്ലൈ ഓഫ് ഡിമാൻഡ്, മാർജിനൽ യൂട്ടിലിറ്റി, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഇദ്ദേഹം ഇങ്ങനത്തെ ഐഡിയാസൊക്കെ കൊണ്ടുവന്ന ഒരാളാണ് ആൽഫ്രഡ് മാർഷൽ. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം മൈക്രോ എക്കണോമിക്സിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത്. പിന്നെ ലോ ഓഫ് ഡിമാൻഡ് കൊണ്ടുവന്നതും ഇദ്ദേഹമാണ്. നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് മൈക്രോ എക്കണോമിക്സ്, അതിൻ്റെ ഫാദർ ഓഫ് മൈക്രോ എക്കണോമിക്സ്, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. ഇനി നമ്മൾ എക്കണോമിയുടെ സെൻട്രൽ പ്രോബ്ലംസ്, അതായത് എക്കണോമിയിൽ നമ്മൾ തീർത്ത് പോകേണ്ട അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 3 പ്രോബ്ലംസ് ആണുള്ളത്. ഒന്ന് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി, അതായത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള എന്ത് സാധനമാണ് അതാണല്ലോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് സെയിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് സാധനമാണ്, അത് എത്ര അളവിൽ ഉണ്ടാക്കണം. സെക്കൻഡ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഹൗ ടു പ്രൊഡ്യൂസ്, അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, തേർഡ് പ്രോബ്ലം ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഈ 3 പ്രോബ്ലംസാണ് എക്കണോമിയുടെ ഏറ്റവും മെയിൻ പ്രോബ്ലംസായിട്ട് വരുന്നത്. എക്കണോമിയെ 3 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എക്കണോമിക് ആക്ടിവിറ്റി ഏത് രീതിയിലാണ് വരുന്നത് അതനുസരിച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ക്യാപിറ്റലിസ്റ്റ് എക്കണോമി അല്ലെങ്കിൽ പ്രൈവറ്റ് എക്കണോമി, സോഷ്യലിസ്റ്റ് എക്കണോമി അല്ലെങ്കിൽ സ്റ്റേറ്റ് എക്കണോമി, മൂന്നാമത്തായിട്ട് മിക്സഡ് എക്കണോമി. ക്യാപിറ്റലിസ്റ്റ് എക്കണോമി അതിൽ പറയുന്ന വേറെ പേരുകളാണ് പ്രൈവറ്റ് എൻ്റർപ്രൈസ് സിസ്റ്റം, ഫ്രീ എൻ്റർപ്രൈസ് സിസ്റ്റം, ഫ്രീ മാർക്കറ്റ് എക്കണോമി.
എന്താണ് ഉണ്ടാക്കേണ്ടത്, എത്രത്തോളം ഉണ്ടാക്കണം, അത് എങ്ങനെ സെല്ല് ചെയ്യണം, അതൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യുന്നത് മാർക്കറ്റിലെ പ്രൈവറ്റ് എൻ്റർപ്രൈസസുകളാണ്. അതാണ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ പ്രത്യേകത. എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത് USA, UK, കാനഡയൊക്കെയാണ്. സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ വേറൊരു പേരാണ് സെൻട്രലൈസ്ഡ് എക്കണോമി, സെൻട്രലി പ്ലാൻഡ് എക്കണോമി അല്ലെങ്കിൽ നോൺ മാർക്കറ്റ് എക്കണോമി. ഈ 3 പേരുകളാണ് സോഷ്യലിസ്റ്റ് എക്കണോമിക്ക് കൊടുക്കുന്ന വേറെ പേരുകൾ. ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ പറഞ്ഞു പ്രൈവറ്റ് എൻ്റർപ്രൈസസ്, പ്രൈവറ്റ് കമ്പനികളാണ് അവിടുത്തെ എല്ലാ എക്കണോമിക്കലി ഉള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതെന്ന്. പക്ഷേ സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്കണോമിക് സിസ്റ്റം ഫുൾ കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. അവർ എല്ലാവർക്കും ഒരുപോലെ കിട്ടണം, അതായത് പാവപ്പെട്ടവനും പണക്കാരനും ഒരുപോലെ കിട്ടണമെന്ന ഉദ്ദേശത്തിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ് സോഷ്യലിസ്റ്റ് എക്കണോമി. USSRഉം ചൈനയൊക്കെയാണ് സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ എക്സാമ്പിൾസ് വരുന്നത്. നെക്സ്റ്റ് 3ാമത്തെ ടൈപ്പാണ് മിക്സഡ് എക്കണോമി. മിക്സഡ് എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തിൽ നമ്മൾ പറഞ്ഞു പ്രൈവറ്റ് സെക്ടേഴ്സ്, അതായത് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയാണ് ഇമ്പോർട്ടൻ്റ് എന്ന്. പബ്ലിക് എക്കണോമി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കണോമി, ഇത് രണ്ടിനും കൂടെ മിക്സഡ് ആയിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഒരുപോലെ കാണുന്നതാണ് മിക്സഡ് എക്കണോമി. പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് വരുന്നത്. ഇതിന് എക്സാമ്പിളായിട്ട് പറയുന്നതാണ് ഇന്ത്യ. നമ്മളിപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞൊരു മെയിൻ ടേമാണ് എക്കണോമിക് ആക്ടിവിറ്റി. എക്കണോമിക് ആക്ടിവിറ്റി ഇൻവോൾവ്സ് ദ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംപ്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന വസ്തുക്കളും സേവനങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്നതും അത് വിതരണം നടത്തുന്നതും അത് ഉപയോഗിക്കുന്നതും ഇതടങ്ങിയ ഈ 3 പ്രൊസീജിയറും കൂടി വരുന്ന ഒരു ഇതിനെ ഏതിനെയും നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയാൻ പോകുന്നൊരു ടേമാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ട് 3-4 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ട്. അത് എല്ലാം കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് വരുമ്പോഴാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്. ഒരു കമ്പനി ഫസ്റ്റ് ലാൻഡ്, എന്ത് പരിപാടി നടക്കണമെങ്കിലും ഒരു സ്പേസിൽ വെച്ചിട്ടാണ് നടത്തുക. അപ്പോൾ ഫസ്റ്റത്തത് ലാൻഡ്, അടുത്തത് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആക്റ്റീവ്ലി പങ്കെടുക്കുന്ന ഒരാളുണ്ടാവും, ഒരു മാൻ പവർ. ആ മാൻ പവർ ഇതിൻ്റെ കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പ്ലാനിങ് കേസിലാണെങ്കിലും അത് വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒക്കെ ലേബർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നെക്സ്റ്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം, അതായത് നമുക്ക് ടാഞ്ചിബിൾ ആൻഡ് വിസിബിൾ മാൻമെയ്ഡ് തിങ്സ്, അതായത് തൊടാൻ പറ്റുന്നതും പിന്നെ മാൻമെയ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ബിൽഡിങ്, മെഷീനറി ഒക്കെ ക്യാപിറ്റലിലാണ് വരുന്നത്. നമ്മൾ ആ ഫസ്റ്റ് പറഞ്ഞ ലാൻഡിൽ വരുന്ന എല്ലാ നാച്ചുറൽ റിസോഴ്സസും, പ്രൊഡക്ഷൻ്റെ കേസിൽ യൂസ് ചെയ്യുന്ന എല്ലാ നാച്ചുറൽ റിസോഴ്സസും ലാൻഡാണെങ്കിൽ, എല്ലാ ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ മാൻമെയ്ഡ് തിങ്സും വരുന്നത് ക്യാപിറ്റലിലാണ്. അടുത്തത് എൻ്റർപ്രണർ എന്ന് പറഞ്ഞാൽ ദി ഇൻഡിവിജ്വൽ ഹു ഈസ് ഇൻവോൾവ് ഇൻ ദ ഓർഗനൈസിങ് ദ പ്രൊഡക്ഷൻ പ്രോസസ്സ്. അതായത് പ്രൊഡക്ഷൻ നടത്തുന്ന ആളെ നമ്മൾ ലേബർ എന്ന് വിളിക്കുന്നു. പക്ഷേ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഓർഗനൈസ് ചെയ്യുന്ന ആളെ എൻ്റർപ്രണർ എന്നാണ് വിളിക്കുക. ഇത് 4 ഫാക്ടേഴ്സും ഒരുമിച്ച് വരുമ്പോഴാണ് പ്രൊഡക്ഷൻ നടക്കുക. ബാക്കിയുള്ള 3 ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഈ 3 ഫാക്ടേഴ്സിനെയും കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളാണ് എൻ്റർപ്രണർ. ഇനി ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഓരോ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനും നമ്മളൊരു ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു പേയ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അത് ഓരോന്നിനും ഓരോ പേരാണ് പറയുക. അതായത് ഇപ്പോൾ ലാൻഡിന് നമ്മൾ റെൻ്റാണ്, ഇപ്പോൾ സ്ഥലം വാടകയ്ക്ക് എടുക്കുക, അല്ലെങ്കിൽ നാച്ചുറൽ. ലേബറിന് നമ്മൾ വേജസ് എന്നാണ് പറയുക. ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് ആണ് കിട്ടുക. ഓൺട്രപ്രണർഷിപ്പിന് പ്രോഫിറ്റാണ് കിട്ടുന്നത്. നെക്സ്റ്റ് എക്കണോമീനെ 3 സെക്ടേഴ്സായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടേർഷറി സെക്ടർ. പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ റിസോഴ്സസ്, എർത്തിലെ റിസോഴ്സസിനെ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്ത് അതിനെ യൂട്ടിലൈസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് അഗ്രികൾച്ചർ, ക്വാറിയിങ്, മൈനിങ്, ഫിഷിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സെക്കൻഡറി സെക്ടറിൽ വരുന്നത്, ഈ പ്രൈമറി സെക്ടറിൽ വരുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ടാവും. അതിനെ നമ്മൾ കുറച്ച് പ്രൊസീജിയർ വഴി ആ റോ മെറ്റീരിയൽസിനെ വേറെ പ്രൊഡക്ട്സ് ആക്കി മാറ്റുന്നതിനെയാണ് സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത്. അതായത് മാനുഫാക്ചറിങ്, കൺസ്ട്രക്ഷൻ, ഇലക്ട്രിസിറ്റി, അതൊക്കെയാണ് സെക്കൻഡറി സെക്ടറിൽ വരുന്നത്. ടേർഷറി സെക്ടർ എന്ന് പറഞ്ഞാൽ
കുറച്ച് സർവീസസ് കൊടുക്കുന്ന മേഖലകളെയാണ്, അതായത് ട്രാൻസ്പോർട്ടേഷൻ, ടെലികോം, ബാങ്കിങ്, അതൊക്കെ. അപ്പോൾ ഇത് 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ സെക്ടേഴ്സ് ഓഫ് എക്കണോമീനെ നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞു 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അത് പറഞ്ഞെങ്കിലും ഇന്ത്യയിൽ ഉപയോഗിക്കാത്ത ഒരു സെക്ടർ കൂടിയുണ്ട്, ടേർഷറി സെക്ടർ. അത് 2ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്, അതായത് ക്വാട്ടേണറി സെക്ടറായിട്ടും കൊയിനറി സെക്ടറായിട്ടും. ക്വാട്ടേണറി സെക്ടർ എന്ന് പറഞ്ഞാൽ നോളജ് ബേസ്ഡ് ആണ്, അതായത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, എഡ്യൂക്കേഷൻ, IT, ഇതൊക്കെയാണ് ക്വാട്ടേണറി സെക്ടറിൽ വരുന്നത്. കൊയിനറി സെക്ടർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ, അതായത് കുറേ തീരുമാനങ്ങൾ എടുക്കുന്ന, ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ കൊയിനറി സെക്ടർ എന്ന് പറയുന്നത്. അതിനെ ഗോൾഡ് കോളർ പ്രൊഫഷണൽസ് എന്ന് പറയും. കുറച്ചുകൂടി ടെക്നോളജീസൊക്കെ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സെക്ടറിലുള്ള ആൾക്കാർ. ഇന്ത്യൻ എക്കണോമിക് തോട്ട്സ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ എക്കണോമിക് ചിന്തകരെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ആദ്യമായിട്ട് പറയുന്ന ആളാണ് കൗടില്യ. കൗടില്യ അർത്ഥശാസ്ത്ര ഉണ്ടാക്കിയ ആളാണ്. അതായത് അദ്ദേഹം കൊണ്ടുവന്ന ഒരു ആശയമാണ് ലാക്ക് ഓഫ് എഫക്റ്റീവ് എക്കണോമിക് ആക്ടിവിറ്റീസ് ക്യാൻ ബ്രിങ് എ നേഷൻ ടു റൂയിൻ. അതായത് നമ്മുടെ എഫക്റ്റീവായിട്ടുള്ള നമ്മുടെ ആക്ടിവിറ്റീസ് ഒന്നും, അതായത് പൈസ അല്ലെങ്കിൽ നാണയ വിനിമയങ്ങളൊന്നും നടക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരു രാജ്യം നാശത്തിലേക്ക് പോകുമെന്നുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഇന്ത്യയിലെ ഒരു എക്കണോമിസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരാളാണ് ദാദാഭായ് നറോജി. ദാദാഭായ് നറോജീനെ ഇന്ത്യൻ എക്കണോമിക്സിൻ്റെ ഫാദർ എന്നാണ് അറിയപ്പെടുന്നത്. ആദ്യമായിട്ട് നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്തത് ഒരാളാണ് ദാദാഭായ് നറോജി. 1867 മുതൽ 1868 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ ആ ഒരു പ്രൊസീജിയർ നടന്നത്. അദ്ദേഹം എഴുതിയ ഒരു ബുക്കാണ് പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പിന്നെ ഡ്രെയിൻ തിയറി, വെൽത്തിൻ്റെ ഡ്രെയിൻ തിയറി പ്രൊപ്പോസ് ചെയ്തത് ദാദാഭായ് നറോജിയാണ്. ഇദ്ദേഹം കോൺഗ്രസിൻ്റെ 3 പ്രാവശ്യം ഇദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു. 1886 കൽക്കട്ട ഇതിൽ വെച്ചിട്ട്, പിന്നെ 1893 ലാഹോർ കോൺഗ്രസ്സിൽ വെച്ച്, 1906 കൽക്കട്ടയിൽ വെച്ചിട്ട്. ഇദ്ദേഹം തുടങ്ങിയ ഒരു ന്യൂസ് പേപ്പറാണ് റാസ്റ്റ് ഗോഫ്റ്റർ. ഇതൊരു ആംഗ്ലോ ഗുജറാത്തി ന്യൂസ് പേപ്പറാണ്. ദാദാഭായ് നറോജി 1851 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഗാന്ധിജിയാണ് അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന ഒരു ഇന്ത്യൻ എക്കണോമിക്സ്. ഹിന്ദ് സ്വരാജിലാണ് ഗാന്ധിജിയുടെ എക്കണോമിക് ഐഡിയാസ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം മോറൽ വാല്യൂസിനും റൂറൽ എക്കണോമിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ട്രസ്റ്റ്ഷിപ്പ്, സത്യത്തിലും അഹിംസയിലും സ്ഥാപിതമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഗാന്ധിജി ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഗാന്ധിജിയുടെ ഈ സാമ്പത്തിക ആശയങ്ങൾ കൂടുതലായിട്ടും ഫോളോ ചെയ്തിരിക്കുന്നത് JC കുമാരപ്പ, ശ്രീമാൻ നാരായണൻ, ധരംലാൽ ഇവരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്കണോമിസ്റ്റാണ് അമർത്യാസെൻ. അമർത്യാസെൻ നോബൽ പ്രൈസ് കിട്ടിയത് 1998 വെൽഫെയർ എക്കണോമിക്സ് ആണ് അദ്ദേഹത്തിൻ്റെ ഒരു വിഷയം. എക്കണോമിക് ഇൻഇക്വാലിറ്റിയെക്കുറിച്ചും ഡെവലപ്മെൻറ്റിനെ കുറിച്ചും ഒക്കെ ഇദ്ദേഹം പഠന വിഷയമാക്കിയിട്ടുണ്ട്. അമർത്യാസെന്നിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്സാണ് ചോയ്സ് ഓഫ് ടെക്നിക്സ്, ആൻ ആസ്പെക്ട് ഓഫ് ദ തിയറി ഓഫ് പ്ലാൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്, പോവർട്ടി ആൻഡ് ഫാമിൻസ്, ആൻ എസ്സേ ഓൺ എൻറ്റൈറ്റിൽമെൻറ്റ് ആൻഡ് ഡിപ്രൈവേഷൻ, ബിയോണ്ട് ദ ക്രൈസിസ്, ഡെവലപ്മെൻറ്റ് ഓഫ് സ്ട്രാറ്റജീസ് ഇൻ ഏഷ്യ.